ഓം ശാന്തി 8/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം അപകാരികളോടും ഉപകാരം ചെയ്യാൻ പഠിക്കൂ. നിന്ദകരെയും തന്റെ മിത്രമാക്കി മാറ്റൂ. ചോദ്യം: ബാബയ്ക്ക് ഏത് ദൃഷ്ടിയാണ് പക്ക ആയിട്ടുള്ളത്? നിങ്ങൾ കുട്ടികൾക്ക് ഏത് ദൃഷ്ടി പക്ക ആക്കണം? ഉത്തരം: ബാബയ്ക്ക് ഈയൊരു ദൃഷ്ടിയാണ് പക്ക ആയിട്ടുള്ളത്. ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും എന്റെ കുട്ടികളാണ്. അതുകൊണ്ടാണ് കുട്ടികളെ കുട്ടികളെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും ആരെയും കുട്ടികളെ കുട്ടികളെ എന്ന് വിളിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഈയൊരു ദൃഷ്ടി പക്കായാക്കണം. ആത്മാക്കളെല്ലാവരും എന്റെ സഹോദരങ്ങളാണ്. സഹോദരനെ കാണൂ, സഹോദരനോട് സംസാരിക്കൂ. ഇതിലൂടെയാണ് ആത്മീയ സ്നേഹം ഉണ്ടാകുക. ക്രിമിനൽ, അതായത് വികാരി ചിന്തകൾ ഇല്ലാതാകും. നിന്ദിക്കുന്നവർ പോലും മിത്രമായി മാറും. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആത്മീയ അച്ഛന്റെ പേരെന്താണ്? തീർച്ചയായും ശിവൻ എന്ന് പറയും. ബാബ എല്ലാവരുടെയും ആത്മീയ പിതാവാണ്. ബാബയെ തന്നെയാണ് ഭഗവാൻ എന്നും പറയുന്നത്. നിങ്ങൾ കുട്ടികളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. ആകാശവാണിയെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഈ ആകാശവാണി ആരുടേതാണ്? ശിവബാബയുടെ. ഈ മുഖത്തെ, അതായത് ബ്രഹ്മമുഖത്തെ ആകാശതത്വമെന്ന് പറയുന്നു. എല്ലാ മനുഷ്യരുടെയും ശബ്ദം ആകാശതത്വത്തിലൂടെയാണ് വരുന്നത്. ആത്മാക്കളെല്ലാവരും തന്റെ പിതാവിനെ മറന്നുപോയിരിക്കുകയാണ്. അനേക പ്രകാരത്തിലുള്ള മഹിമ പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നും തന്നെ അറിയുന്നില്ല. മഹിമ പാടുന്നത് ഇവിടെയാണ്. സുഖത്തിൽ ആരും തന്നെ ബാബയെ ഓർമ്മിക്കുന്നില്ല. സത്യയുഗത്തിൽ എല്ലാ മനോകാമനകളും പൂർത്തീകരിക്കപ്പെടുന്നു. ഇവിടെയാണെങ്കിൽ ധാരാളം ആഗ്രഹങ്ങളാണ്. മഴ പെയ്തില്ലെങ്കിൽ യജ്ഞം രചിക്കുന്നു. യജ്ഞം രചിക്കുന്നതിലൂടെ എപ്പോഴും മഴ ഉണ്ടാകണമെന്നില്ല. എവിടെയെങ്കിലും വരൾച്ച ഉണ്ടാകുമ്പോൾ യജ്ഞം രചിക്കുന്നു. പക്ഷെ യജ്ഞത്തിലൂടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഡ്രാമയനുസരിച്ചാണ് സംഭവിക്കുന്നത്. എന്തെല്ലാം ആപത്തുകൾ വരാനുണ്ടോ അതെല്ലാം വന്നുകൊണ്ടിരിക്കും. മനുഷ്യരെത്രയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര മൃഗങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരെത്ര ദുഃഖിയാകുന്നു? എന്താ, മഴയെ അവസാനിപ്പിക്കുന്നതിനായും എന്തെങ്കിലും യജ്ഞങ്ങളുണ്ടോ? എപ്പോഴാണോ പെടുന്നേ മിസൈലുകളുടെ മഴയുണ്ടാകുന്നത്, അപ്പോൾ യജ്ഞം രചിക്കാമോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. വേറെ ആരറിയാനാണ്? ബാബ സ്വയം മനസ്സിലാക്കി തരികയാണ്. മനുഷ്യർ ബാബയുടെ മഹിമ പാടുകയും ചെയ്യും, അതുപോലെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അത്ഭുതമാണ്. ബാബയുടെ ഗ്ലാനി എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? രാവണന്റെ രാജ്യം ആരംഭിച്ചത് മുതൽക്ക്. മുഖ്യമായ ഗ്ലാനി ചെയ്തതിതാണ്. ഈശ്വരനെ സർവവ്യാപിയെന്ന് പറഞ്ഞു. ഇതിലൂടെയാണ് താഴേക്ക് അധപ്പതിച്ചത്. ആരാണോ നമ്മളെ നിന്ദിക്കുന്നത് അവർ നമ്മുടെ മിത്രമാണ് എന്നൊരു ചൊല്ലുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ഗ്ലാനി ചെയ്യുന്നത്? നിങ്ങൾ കുട്ടികൾ. ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് മിത്രവുമായി മാറുന്നത്. വാസ്തവത്തിൽ മുഴുവൻ ലോകവും ഗ്ലാനി ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങളാണ് നമ്പർ 1. പിന്നീട് നിങ്ങൾ തന്നെയാണ് മിത്രവുമായി മാറുന്നത്. ഏറ്റവും സമീപത്തുള്ള മിത്രങ്ങൾ നിങ്ങൾ കുട്ടികളാണ്. പരിധിയില്ലാത്ത ബാബ പറയുകയാണ്, എന്റെ നിന്ന നിങ്ങൾ കുട്ടികളാണ് ചെയ്തത്. നിങ്ങൾ കുട്ടികൾ തന്നെയാണ് അപകാരികളായി മാറുന്നതും. ഡ്രാമ നോക്കൂ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന്.
ഇതെല്ലാം തന്നെ വിചാരസാഗര മന്ഥനം ചെയ്യാനുള്ള കാര്യമാണ്. വിചാരസാഗര മന്ഥനം ചെയ്യുന്നതിലൂടെ എത്ര അർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്, മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബാബ പറയുകയാണ്, നിങ്ങൾ കുട്ടികൾ പഠിച്ച് ഉപകാരം ചെയ്യുന്നു. യഥാ യഥാഹി എന്നു തുടങ്ങുന്ന മഹിമയിൽ പറയുന്നതും ഭാരതത്തിന്റെ കാര്യമാണ്. കളി നോക്കൂ എങ്ങനെയുള്ളതാണ്. ശിവജയന്തി അഥവാ ശിവരാത്രിയും ആഘോഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവതാരം ഒന്നാണ്. അവതാരത്തെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞു. ബാബ പരിഭവം പറയുകയാണ്, ഗീതാ പാഠികൾ ശ്ലോകങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ അവർ പറയുന്നു ഞങ്ങൾക്കും ഇതിന്റെ അർത്ഥമൊന്നും തന്നെ അറിയില്ല. നിങ്ങൾ തന്നെയാണ് ഏറ്റവും സ്നേഹികളായ കുട്ടികൾ. ആരോട് സംസാരിക്കുമ്പോഴും ബാബ കുട്ടികളെ കുട്ടികളെ എന്നു പറഞ്ഞ് സംസാരിക്കും. ബാബയ്ക്ക് ഈയൊരു ദൃഷ്ടി പക്കായായി തീർന്നു. എല്ലാ ആത്മാക്കളും എന്റെ കുട്ടികളാണ്. വായിലൂടെ കുട്ടികളെ എന്ന് വിളിക്കുന്നവരായി നിങ്ങളിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം ആര് ഏത് പദവിയിലുള്ളവരാണ്, ഓരോരുത്തരും ആരാണ് എന്നെല്ലാം. എല്ലാവരും ആത്മാക്കളാണ്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ദുഃഖത്തിന്റെയോ സന്തോഷത്തിന്റെയോ കാര്യമില്ല. എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. ചിലർ തൂപ്പുകാരന്റെ ശരീരം ധാരണ ചെയ്യുന്നു, ചിലർ മറ്റൊരു ശരീരം ധാരണ ചെയ്യുന്നു. ആരെയാണെങ്കിലും ബാബയ്ക്ക് കുട്ടികളെ കുട്ടികളെ എന്ന് വിളിച്ച് ശീലമായി. ബാബയുടെ ദൃഷ്ടിയിൽ എല്ലാവരും ആത്മാക്കളാണ്. അതിലും പാവപ്പെട്ടവരെയാണ് ബാബയ്ക്ക് വളരെ നല്ലതായി തോന്നുന്നത്. കാരണം ഡ്രാമയനുസരിച്ച് അവരാണ് വളരെയധികം ഗ്ലാനി ചെയ്തവർ. ഇപ്പോൾ വീണ്ടും എന്റെ അടുക്കൽ എത്തി. ഈ ലക്ഷ്മി നാരായണനെ മാത്രം ആരും ഒരിക്കലും ഗ്ലാനി ചെയ്യുന്നില്ല. കൃഷ്ണനെയും വളരെയധികം ഗ്ലാനി ചെയ്യുന്നുണ്ട്. അത്ഭുതമല്ലേ? കൃഷ്ണൻ വലുതായി തീരുമ്പോൾ, അതായത് നാരായണനെ ആരും തന്നെ ഗ്ലാനി ചെയ്യുന്നില്ല. ഈ ജ്ഞാനം എത്ര അത്ഭുതമാണ്! ഇത്രയും ആഴമേറിയ കാര്യങ്ങൾ ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിനു വേണ്ടത് സ്വർണപാത്രമാണ്. ഓർമ്മയാകുന്ന യാത്രയിലൂടെയാണ് ബുദ്ധി സ്വർണപാത്രമായി തീരുക. ഇവിടെ ഇരിക്കുമ്പോഴും യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുന്നില്ല. നമ്മൾ ചെറിയൊരു ആത്മാവാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിയിലൂടെയാണ് ഓർമ്മിക്കുന്നത്. ഈ കാര്യം ബുദ്ധിയിലേക്ക് വരുന്നില്ല. ചെറിയൊരു ആത്മാവായ ബാബ നമ്മുടെ ടീച്ചറുമാണ്, അച്ഛനുമാണ്. ഇതെല്ലാം തന്നെ ബുദ്ധിയിൽ വരിക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. എല്ലാവരും ബാബ ബാബ എന്ന് പറയുന്നുണ്ട്. ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നു. ഭഗവാനുവാച, ദുഃഖത്തിൽ എല്ലാവരും എന്നെ സ്മരിക്കുന്നു, സുഖത്തിൽ ആരും തന്നെ ഓർമ്മിക്കുന്നില്ല. സുഖത്തിന്റെ സമയത്ത് ആർക്കും തന്നെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത്രയും ദുഃഖവും ആപത്തുകളുമാണ് ഉണ്ടാകുന്നത്. എല്ലാവരും ഈശ്വരനെ ഓർമ്മിക്കുന്നു. അല്ലയോ ഭഗവാനെ, ദയ കാണിക്കൂ, കൃപ കാണിക്കൂ. ഇപ്പോൾ ബാബയുടെ കുട്ടികളായി മാറിയ ശേഷവും പലരും എഴുതാറുണ്ട്, കൃപ കാണിക്കൂ, ശക്തി നൽകൂ, ദയ കാണിക്കൂ. ബാബ മറുപടിയായി എഴുതുന്നു, ശക്തി സ്വയം തന്നെ യോഗബലത്തിലൂടെ നേടിയെടുക്കൂ. സ്വയം തന്നെ തന്റെ മേൽ കൃപയും ദയയും കാണിക്കൂ. സ്വയം സ്വയത്തിന് തന്നെ രാജതിലകം നൽകൂ. എങ്ങനെ നൽകാൻ സാധിക്കും എന്നതിന്റെ യുക്തിയും ബാബ പറഞ്ഞു തരുന്നു. ടീച്ചർ പഠിക്കാനുള്ള യുക്തി പറഞ്ഞു തരികയാണ് ചെയ്യുക. വിദ്യാർത്ഥിയുടെ ജോലിയാണ് പഠിക്കുക, നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോവുക എന്നത്. കൃപയോ ആശീർവാദമോ കാണിക്കുക എന്നുള്ളത് ഗുരുവിന്റെ ജോലിയാണ്. അതൊരിക്കലും ടീച്ചർക്ക് ചെയ്യാൻ സാധിക്കില്ല.
ആരാണോ നല്ല കുട്ടികൾ അവർ വേഗതയിൽ ഓടി മുന്നേറുന്നു. ഓരോരുത്തരും സ്വതന്ത്രരാണ്. എത്രത്തോളം ഓടി മുന്നേറാൻ സാധിക്കുമോ അത്രയും ചെയ്തു കാണിക്കാം. ഓർമ്മയാകുന്ന യാത്രയെ തന്നെയാണ് ഓട്ടം എന്ന് പറയുന്നത്. ഓരോ ആത്മാവും സ്വതന്ത്രരാണ്. സഹോദരി സഹോദരൻ എന്ന ബന്ധത്തിൽ നിന്ന് പോലും മുക്തമാക്കി സഹോദരൻ എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടും ക്രിമിനൽ, അതായത് വികാരി ദൃഷ്ടി മാറുന്നില്ല. അത് തന്റേതായ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സമയം മനുഷ്യന്റെ ഓരോ അവയവങ്ങളും ക്രിമിനലാണ്. ആരെയെങ്കിലും കാലുകൊണ്ട് ചവിട്ടി മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അപ്പോൾ അവയവം ക്രിമിനലായില്ലേ? ഓരോ അവയവവും വികാരിയാണ്. സത്യുഗത്തിൽ ആരുടെയും അവയവം വികാരിയായിരിക്കില്ല. ഇവിടെ ഓരോ അവയവങ്ങളിലൂടെയും വികാരി ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വികാരിയായ അവയവം ഏതാണ്? കണ്ണുകൾ. വികാരത്തിന്റെ ആശ പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീട് കൈവയ്ക്കാനും തുടങ്ങും. ആദ്യം കണ്ണാണ്. സൂർദാസിന്റെ കഥ കേട്ടിട്ടില്ലേ? ശിവബാബ ശാസ്ത്രങ്ങളൊന്നും തന്നെ പഠിച്ചിട്ടില്ല. ബ്രഹ്മബാബയാകുന്ന രഥം പഠിച്ചിട്ടുണ്ട്. ശിവബാബയെ ജ്ഞാനത്തിന്റെ സാഗരൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ശിവബാബ പുസ്തകങ്ങളെടുത്ത് വായിക്കുന്നില്ലെന്ന്. ഞാൻ നോളജ്ഫുള്ളാണ്, ബീജരൂപനാണ്. ഇത് സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ഇതിന്റെ രചയിതാവ് ബാബയാണ്. ബാബ ബീജമാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാൻ വസിക്കുന്നത് മൂലവതനത്തിലാണ്. ഇപ്പോൾ ഞാൻ ഈ ബ്രഹ്മ ശരീരത്തിലുണ്ട്. ഞാൻ ഈ സൃഷ്ടിയുടെ ബീജരൂപനാണെന്ന് മറ്റാർക്കും തന്നെ പറയാൻ സാധിക്കില്ല. ഞാൻ പരമപിത പരമാത്മാവാണെന്നും ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. വിവേകശാലികളായ ആരോടെങ്കിലും ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ചോദിക്കും, എന്താ നിങ്ങളും ഈശ്വരനാണോ? എന്താ നിങ്ങൾ അല്ലാഹു അല്ലെങ്കിൽ പ്രഭു ആണോ? ഒരിക്കലും ആയിത്തീരാൻ സാധ്യമല്ല. പക്ഷെ ഈ സമയത്ത് ആരും തന്നെ ഇത്ര വിവേകശാലികളായി ഇല്ല. അല്ലാഹുവിനെ കുറിച്ചും ആരും അറിയുന്നില്ല. സ്വയം ഞാൻ തന്നെയാണ് അല്ലാഹു എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു ഓംനി പ്രസന്റ്, അതായത് സർവവ്യാപി. അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കുട്ടികൾക്കിപ്പോൾ അറിയാം, ശിവബാബയുടെ ജയന്തി തന്നെയാണ് പുതിയ വിശ്വത്തിന്റെ ജയന്തി. അതിൽ പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടാകും. ശിവജയന്തി തന്നെയാണ് കൃഷ്ണ ജയന്തി. അത് തന്നെയാണ് ദസറ ജയന്തിയും. ശിവജയന്തി തന്നെയാണ് ദീപാവലി ജയന്തി. ശിവജയന്തി തന്നെയാണ് സ്വർഗ ജയന്തി. ഈ ഒന്നിൽ തന്നെ എല്ലാ ജയന്തികളും അടങ്ങിയിരിക്കുന്നു. ഈ പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്. ശിവജയന്തി തന്നെയാണ് ശിവാലയ ജയന്തി. വേശ്യാലയം മരിക്കുന്നു. ഈ പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ബാബ മനസ്സിലാക്കി തരികയാണ്. ശിവജയന്തി തന്നെയാണ് പുതിയ ലോകത്തിന്റെ ജയന്തി. ലോകത്തിൽ ശാന്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറില്ലേ? നിങ്ങൾ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്താലും മനുഷ്യർ ഉണരുന്നില്ല. അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തി ചെയ്ത് ഏണിപ്പടി താഴേക്കിറങ്ങി വരികയാണ്. ബാബ പറയുകയാണ്, ഞാൻ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും രഹസ്യം നിങ്ങൾ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. പത്രങ്ങളിൽ നിങ്ങളുടെ ഗ്ലാനി ചെയ്യുന്നവർക്ക് നിങ്ങൾ എഴുതണം, ആര് ഞങ്ങളെ നിന്ദിക്കുന്നുവോ അവർ ഞങ്ങളുടെ മിത്രങ്ങളാണ്. ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെയും സദ്ഗതി ചെയ്യും. എത്ര വേണമെങ്കിലും ആക്ഷേപിച്ചോളൂ. നിങ്ങൾ ഈശ്വരന്റെ ഗ്ലാനിയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കില്ല.
നിങ്ങളുടെ സദ്ഗതി ഞങ്ങൾ തീർച്ചയായും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും മൂക്കിന് പിടിച്ചുകൊണ്ട് പോകും. ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്തിട്ടുണ്ടോ അത് കൽപ്പം മുമ്പും ചെയ്തതാണ്. ഞങ്ങൾ BK, അതായത് ബ്രഹ്മകുമാരിമാർ, എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നവരാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. കൽപ്പം മുമ്പും അബലകളുടെ മേൽ അത്യാചാരങ്ങൾ ഉണ്ടായതാണ്. ഇത് കുട്ടികൾ മറന്നുപോകുന്നു. ബാബ പറയുകയാണ്, പരിധിയില്ലാത്ത കുട്ടികൾ എല്ലാവരും എന്നെ ആക്ഷേപിച്ചു. ഏറ്റവും സ്നേഹികളായ മിത്രങ്ങളും കുട്ടികൾ തന്നെയാണ്. ചെറിയ കുട്ടികളെ പുഷ്പങ്ങൾ എന്നാണ് പറയുക. മാതാവും പിതാവും കുട്ടികളെ ചുംബിക്കുന്നു. ശിരസിന് മുകളിലാണ് അവർക്ക് സ്ഥാനം നൽകുക. അവരുടെ സേവനം ചെയ്യുന്നു. ബാബയും നിങ്ങൾ കുട്ടികളുടെ സേവനം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾ കൂടെ കൊണ്ടുപോകും. ആരാണോ ഈ ജ്ഞാനം നേടാത്തവർ, അവരുടെ പാർട്ട് ഡ്രാമയിൽ അങ്ങനെയാണ്. അവർ ആ പാർട്ടാണ് അഭിനയിക്കുക. കർമ്മക്കണക്കുകൾ പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് പോകും. സ്വർഗം കാണാൻ സാധിക്കില്ല. എല്ലാവരും സ്വർഗം കാണുന്നില്ല. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. വൈകി വരുന്നവർ ധാരാളം പാപങ്ങൾ ചെയ്യുന്നു. തമോ പ്രധാനതയുള്ളവർ വളരെ വൈകിയാണ് വരിക. ഈ രഹസ്യവും വളരെ നന്നായി മനസ്സിലാക്കേണ്ടതാണ്. നല്ല നല്ല മഹാരഥികളായ കുട്ടികൾക്കും ഗ്രഹപ്പിഴ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് വന്നാൽ പിന്നീട് കത്തുപോലും എഴുതുന്നില്ല. ബാബ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് മുരളി അയക്കുന്നത് അവസാനിപ്പിക്കൂ. ഇങ്ങനെയുള്ളവർക്ക് ബാബയുടെ ഖജനാവ് നൽകുന്നതിലൂടെ എന്ത് പ്രയോജനമാണ് ഉള്ളത്? പിന്നീട് ചിലരുടെ കണ്ണുകൾ തുറക്കുമ്പോൾ പറയും, ഞങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചു എന്ന്. ചിലർക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തയേ ഉണ്ടായിരിക്കില്ല. ഇത്രയും തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ധാരാളം പേരുണ്ട്. അവർ ബാബയെ ഓർമ്മിക്കുന്നുമില്ല. ആരെയും തനിക്ക് സമാനമാക്കി മാറ്റുന്നുമില്ല. ഇല്ലെങ്കിൽ ബാബയ്ക്ക് എഴുതണം, ബാബ, ഞങ്ങൾ ഓരോ നിമിഷവും അങ്ങയെ ഓർമ്മിക്കുന്നു. ചിലരിങ്ങനെയുമുണ്ട്. എല്ലാവരുടെയും പേരെഴുതും, ഇന്ന വ്യക്തിക്ക് ഓർമ്മ നൽകണം എന്നെല്ലാം. എന്നാൽ ഈ ഓർമ്മ സത്യമല്ല. ഇവിടെ അസത്യം മുന്നോട്ടു പോകില്ല. ഉള്ളിൽ ഹൃദയം കുത്തിക്കൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് വളരെ നല്ല പോയിന്റുകളാണ് മനസ്സിലാക്കി തരുന്നത്. അനുദിനം ബാബ ആഴമേറിയ കാര്യം മനസ്സിലാക്കി തരികയാണ്. ദുഃഖത്തിന്റെ പർവ്വതം വീഴാൻ പോവുകയാണ്. സത്യയുഗത്തിൽ ദുഃഖത്തിന്റെ പേര് പോലും ഉണ്ടാകില്ല. ഇപ്പോൾ രാവണ രാജ്യമാണ്. മൈസൂരിലെ രാജാവ് രാവണന്റെ കോലമുണ്ടാക്കി ദസറ വളരെ നന്നായി ആഘോഷിക്കുന്നുണ്ട്. രാമനെ ഭഗവാൻ എന്ന് പറയുന്നു. രാമന്റെ സീതയെയാണ് രാവണൻ മോഷ്ടിച്ചുകൊണ്ടു പോയതെന്ന് പറയുന്നു. രാമൻ സർവശക്തിവാനാണ്. അപ്പോൾ രാമനിൽ നിന്ന് എങ്ങനെ മോഷ്ടിച്ചെടുക്കും? ഇതെല്ലാം തന്നെ അന്ധവിശ്വാസമാണ്. ഈ സമയത്ത് ഓരോരുത്തരിലും 5 വികാരങ്ങളുടെ അഴുക്കാണ്. ഭഗവാനെ സർവവ്യാപി എന്ന് പറയുന്നത് വളരെ വലിയ അസത്യമാണ്. അപ്പോഴാണ് ബാബ പറയുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ, ഞാൻ വന്ന് സത്യമായ ഖണ്ഡം, സത്യമായ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. സത്യഖണ്ഡമെന്ന് സത്യയുഗത്തെയും അസത്യഖണ്ഡമെന്ന് കലിയുഗത്തെയും പറയുന്നു. ഇപ്പോൾ ബാബ അസത്യഖണ്ഡത്തെ സത്യഖണ്ഡമാക്കി മാറ്റുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ ഗൂഹ്യവും അത്ഭുതകരവുമായ ജ്ഞാനം മനസ്സിലാക്കുന്നതിനു വേണ്ടി ബുദ്ധിയെ ഓർമ്മയുടെ യാത്രയിലൂടെ സ്വർണപാത്രമാക്കി മാറ്റണം.
ഓർമ്മയിൽ മത്സരിക്കണം. 2. ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടന്ന് പഠിപ്പ് ശ്രദ്ധയോടെ പഠിച്ച് തന്റെ മേൽ സ്വയം തന്നെ കൃപ അഥവാ ആശീർവാദം കാണിക്കണം. സ്വയത്തിന് രാജതിലകം നൽകണം. നിന്ദിക്കുന്നവരെയും തന്റെ മിത്രമാണെന്ന് മനസ്സിലാക്കി അവരുടെയും സദ്ഗതി ചെയ്യണം. വരദാനം: മുകളിൽ നിന്ന് അവതരിക്കപ്പെട്ട അവതാരമെന്ന് മനസ്സിലാക്കി സേവനം ചെയ്യുന്ന സാക്ഷാത്കാര മൂർത്തിയായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ബാബ സേവനത്തിനായി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്, അതേപോലെ നമ്മളും സേവനത്തിനായിയാണ് വതനത്തിൽ നിന്ന് താഴേക്ക് വന്നത്. ഇങ്ങനെയുള്ള അനുഭവം ചെയ്ത് സേവനം ചെയ്യുകയാണെങ്കിൽ സദാ വേറിട്ടതും വിശ്വത്തിന് പ്രിയപ്പെട്ടതുമാകുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു അർത്ഥം അവതാരമായി അവതരിച്ച് സേവനം ചെയ്യുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവതാരം വന്ന് നമ്മെ കൂടെ കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ സത്യമായ അവതാരം താങ്കളാണ്. എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എപ്പോഴാണോ അവതാരം എന്ന് മനസ്സിലാക്കി സേവനം ചെയ്യുന്നത്, അപ്പോൾ സാക്ഷാത്കാര മൂർത്തി ആകുന്നു. അനേകരുടെ ഇച്ഛകൾ പൂർത്തീകരിക്കപ്പെടുന്നു. സ്ലോഗൻ: താങ്കൾക്ക് മറ്റുള്ളവർ നല്ലത് തന്നാലും മോശമായത് തന്നാലും താങ്കൾ എല്ലാവർക്കും സ്നേഹവും ദയയും സഹയോഗവും നൽകൂ.